അമേരിക്കയുമായുള്ള സംഘർഷത്തിനിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ വ്യോമാക്രമണം. വെനസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത്. അമേരിക്കയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ. കാരക്കാസ്, മിറാണ്ട, അറഹുവ സംസ്ഥാനങ്ങളിലാണ് ആക്രമണമുണ്ടായതെന്ന് വെനസ്വേല സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. Mierda, marico, se prendió el peo en esta mierda, ¿oyó? ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ നടന്ന വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങളുമായി രേണുക ചേരുന്നുണ്ട്. രേണുക, ഇപ്പോൾ വെനസ്വേലയിലാണ് വ്യോമാക്രമണം നടത്തുന്നതിന് പിന്നാലെ ഇപ്പോൾ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, എന്തായാലും 1999 മുതൽ തന്നെ എന്തായാലും ഈ ട്രംപുമായിട്ടുള്ള വിഷയം എന്തായാലും വെനസ്വേലയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായി തന്നെ നിരവധി തവണ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വെനസ്വേലയിലെ വ്യോമ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ആക്രമണം സൈനിക താവളം ലക്ഷ്യമിട്ട് നടത്തിയെന്നതാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും വെനസ്വേല ലക്ഷ്യമിട്ട് അമേരിക്ക ആദ്യമായിട്ടൊരു ബോംബാക്രമണം നടത്തിയെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപും പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് ട്രംപിന്റെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ബോട്ടുകളിൽ ലഹരി മരുന്ന് സംഭരണവുമായി കയറ്റുമതി ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടുകളിൽ ലഹരി മരുന്നുകൾ സംഭരിക്കുകയും കയറ്റുമതിയും ചെയ്യുന്ന കേന്ദ്രമാണ് എന്തായാലും ഈ ആക്രമണത്തിൽ തകർത്തിരിക്കുന്നത് എന്നുകൂടി എന്തായാലും ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും വെനസ്വേലയിലെ പല ഭാഗങ്ങളിലെ ഈ ലഹരി മരുന്ന് പോലെയുള്ള വസ്തുക്കൾ എന്തായാലും സംഭരിക്കുകയും അത് കയറ്റുമതിയും ചെയ്യുന്ന ഒരു ഇടത്താണ് ഇപ്പോൾ അമേരിക്ക എന്തായാലും ഇപ്പോൾ ബോംബ് ആക്രമണം നടത്തിയിരിക്കുന്നതും എന്ന് പറയുന്നുണ്ട്. തമ്മിൽ സംഘർഷം ശക്തമായി തുടരുകയാണ്. അമേരിക്കയും വെനസ്വേലയും തമ്മിൽ ശക്തമായ രീതിയിൽ ഒരു കടുത്ത രീതിയിലുള്ള ഒരു സംഘർഷം അവിടെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കൻ സൈനികരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും വെനസ്വേലയിലെ ആക്രമണം നടത്തിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ലഹരി വസ്തുക്കൾ ബോട്ടുകളിൽ കയറ്റുന്ന പ്രദേശത്ത് വലിയ സ്ഫോടനം നടത്തി, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം ഉണ്ടാക്കി എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപും പറഞ്ഞത്. അവിടെയുള്ള എല്ലാ ബോട്ടുകളും ബോംബിട്ടു എന്നതാണ് പറയുന്നത്. ഈ ബോട്ടുകളിലെല്ലാം ലഹരി മരുന്ന് പോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഞങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചത് എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ആക്രമണം നടന്ന പ്രദേശമോ അത് ഏത് ഏജൻസി എന്നതിലടക്കമുള്ള വിശദാംശങ്ങളൊന്നും ട്രംപ് പറയുന്നില്ല. എന്തായാലും ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെനസ്വേലയിലെ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് ട്രംപും പറയുന്നത്. അതോടൊപ്പം തന്നെ ആക്രമണം സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 1999 മുതൽ തന്നെ പല രീതിയിലും വെനസ്വേലയും അമേരിക്കയും തമ്മിലുള്ളൊരു സംഘർഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു നീണ്ട വർഷങ്ങൾക്ക്, ഇപ്പോൾ 2026 ആയിരിക്കുന്നു, ഈ നീണ്ട വർഷങ്ങൾക്ക് പിന്നിലാണ് ഇപ്പോൾ വീണ്ടും വെനസ്വേലയെ ലക്ഷ്യമിട്ട അമേരിക്കയുടെ ഒരു ബോംബാക്രമണം നടന്നിരിക്കുന്നത്. ഇതിനിടെ വെനസ്വേല ലക്ഷ്യമിട്ട കരീബിയൻ കടലിൽ അമേരിക്കൻ നാവികസേന വൻ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ലഹരിമരുന്ന് കടത്തുന്നത് തടയാനാണ് ലക്ഷ്യമെന്നതാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് അധികാരത്തിൽ നിന്നും മാറാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ എന്നുകൂടി വരുന്നുണ്ട്. എന്തായാലും ലഹരി മരുന്ന് ഈ അന്തർ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്താതിരിക്കാനുള്ള രീതിയിലേക്ക് വെനസ്വേലയെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ഔദ്യോഗിക തീരുമാനം അത് തന്നെയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റും പറയുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഈ വ്യോമാക്രമണത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. എന്തായാലും തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ 7 സ്ഫോടനങ്ങൾ നടന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രേണുകയാണ്.